ട്രാൻസ്ഫോമേഴ്സ് തുടങ്ങിയ വലിയ വലിയ സിനിമകളിലൊക്കെ പുറത്ത് വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിനകത്തും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പ്രീ പ്രൊഡക്ഷൻ സമയത്ത്, അതായത് ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഈ ഏരിയ നമ്മൾ സ്റ്റുഡിയോയിലായിരിക്കും, ഈ ഏരിയ ഫ്രം ദ ബിഗിനിങ് അങ്ങനെ ഒരു പ്ലാനുണ്ട്. പ്ലാനിൽ തന്നെ അത് നിമിഷല്ലൊക്കെ കുറച്ചുകൂടെ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഇങ്ങനെ വേണം, ഇതിങ്ങനെ വേണമെന്നൊരു ധാരണ അവിടുന്ന് കിട്ടും. അപ്പോൾ ഞങ്ങളതിനെ നേരത്തെ പ്ലാൻ ചെയ്യും, ഇങ്ങനെ ഒരു സൈഡിൽ നമ്മുടെ വർക്ക് തുടങ്ങും. പിന്നെ നമ്മുടെ ടീമുകൾ എന്ന് വെച്ചാൽ മിക്കവാറും ഇതിനകത്ത് വർക്ക് ചെയ്തവരൊക്കെ ഇൻ്റർനാഷണൽ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടീമിനെ പറ്റി എനിക്ക് ടെൻഷനില്ല, ക്വാളിറ്റി വരുമെന്നുള്ളതിനെ പറ്റി ഇതില്ല. ഈ ടൈമിൻ്റെ ഒരു കൺസ്ട്രെയിൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. ഓണത്തിന് മുമ്പ് റിലീസ് എന്ന് പറഞ്ഞാൽ പിന്നെ മലയാള സിനിമ പൊതുവിൽ CGVFXന് ഏറ്റവും അവസാനം ഫൂട്ടേജ് കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറയുന്നൊരു ഇതാണ് ഞാൻ പൊതുവിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആ കൾച്ചർ മാറിയിട്ട് സിനിമയുടെ തുടക്കത്തിലെ സ്ക്രിപ്റ്റുമായിട്ട് നമ്മളടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ഇപ്പോൾ പ്രീ പ്രൊഡക്ഷനിലെ നമ്മളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് അത് വളരെ നല്ലൊരു ഇതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പം കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത് പറഞ്ഞിട്ട് ഇപ്പോൾ അത് സ്റ്റുഡിയോയുടെ കോസ്റ്റും കുറയ്ക്കാം, പ്രൊഡക്ഷൻ കോസ്റ്റും കുറയ്ക്കാം, നമുക്ക് നേരത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കിട്ടും. അങ്ങനെ ഒരു നല്ല റിസൾട്ടിലേക്ക് എത്താൻ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ.